ആയിരമാണ്ട് വാഴ്ചയിലെ 3-ാമത്തെ ക്ലിപ്പിലേക്ക് കടന്നിരിക്കുന്നു. എന്താ പറഞ്ഞു? എന്തോ പറഞ്ഞു കർത്താവ്? ആദ്യം അങ്ങനെ പറഞ്ഞു, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും. ന്യായപ്രമാണം മുഴുവൻ അടങ്ങി. ആ കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ ഉപമ, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരുത്തൻ പോയി, അവൻ്റെ അർദ്ധപ്രാണനായി കള്ളന്മാരെ അടിച്ച് അവൻ്റെ കാശൊക്കെ മേടിച്ച് ഇട്ടിട്ട് പോയി. ഒരു ലേവ്യം വന്നു, ഒരു പുരോഹിതനും വന്നു, നോക്കിയിട്ട് പോയി. ന്യായപ്രമാണം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. പിശാചിന്റെ കടിയേറ്റ് കിടക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ ന്യായപ്രമാണത്തിന് ശക്തിയില്ല, കഴിവില്ല, അതിന് വ്യവസ്ഥിതികളില്ല. അതിനുശേഷം ഒരു നല്ല ശമരിയക്കാരൻ വരുന്നു, അതാണ് യേശു ക്രിസ്തു. അവനെ കണ്ടിട്ട് ആ യേശു ക്രിസ്തു അവനെ വാഹന മൃഗത്തിൽ കയറ്റി അവന്റെ മുറിവുകളെ കെട്ടി അവന് വീഞ്ഞു പകർന്നു, എല്ലാം ഒരു സത്രത്തിൽ കൊണ്ടാക്കി, സഭയെ കൊണ്ടുവന്നാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവനാവശ്യമുള്ള കാശ് അവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അധികം ചെലവിട്ടാൽ ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അതിന് ചിലര് പറയുന്നത് പഴയ 2 കാശ് കൊടുത്തു, ഒന്ന് പഴയ ഒന്ന് പുതിയത്. ആയിക്കോട്ടെന്ന് എനിക്കതിനെതിരില്ല. കാരണം പഴയ നിയമം പൊരുളായിട്ട് പ്രസംഗിക്കണ്ടേ, പുതിയ നിയമം അനുസരിക്കാനായിട്ട് പ്രസംഗിക്കണ്ടേ? ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കി തരണം സഭ. അപ്പൊ സഭ ഇപ്പൊ അവനെ എന്ത് ചെയ്യുക? അവന് വിറ്റ് തിന്നോണ്ടിരിക്കും. സഭ എന്ത് ചെയ്യണം? സത്രം എന്ന് പറയുന്ന സഭ ഒക്കെ ചിലർ പറയുന്നുണ്ട്, ഞാൻ അതിനോട് വിയോജിപ്പൊന്നും കാണിക്കുന്നില്ല. സഭയിൽ എന്ത് ചെയ്യണം? MA വർഗീസ് മാസ്റ്റർ പറഞ്ഞു, അവർ സത്രത്തിൽ കൂടെ സഭ എന്ത് ചെയ്യണം? അവന്റെ സ്വത്രാഴ്ച പഠിച്ച് തിന്നുകൊണ്ടിരിക്കുക, അവന്റെ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവനെ ഭൗതികമായി ഉയർത്താൻ വേണ്ടി സഭ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സഭ ചെയ്യേണ്ടത് അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. വായിക്കാം കൊലോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം. കൊലോസ് ലേഖനത്തിന്റെ അവസാനത്തെ 2 വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൊലോസ്യർ 1-ന്റെ അവസാനത്തെ 2 വാക്യം. സത്രക്കാരൻ എന്താ ചെയ്യേണ്ടത്? സത്രത്തിൽ കൊണ്ടാക്കിയതിൽ അവനെ ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ സത്രത്തിൽ കിടക്കുന്നവനെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിനെ തികഞ്ഞവനാക്കി നിർത്തണം. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കും. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട്. അപ്പോ സത്രത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ എന്ത് ചെയ്യുക? അവനെ വെച്ച് തിന്നുകൊണ്ടിരിക്കാനല്ല, അവൻ തരുന്ന സ്വത്രാഴ്ച വാങ്ങരുതെന്നല്ല, അവന്റെ ഭൗതികമായ നേട്ടങ്ങൾ എന്തെങ്കിലും അവന് കിട്ടിയാൽ കൊണ്ട് തരുമ്പോൾ അത് വാങ്ങണ്ടെന്നല്ല, ഭക്ഷിക്കേണ്ടെന്നല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വചനത്തിലുണ്ട്. ആടുകളെ നടത്തുന്നവൻ പാല് കൊണ്ട് ഉപജീവിക്കണം, അതൊക്കെ വ്യവസ്ഥയാണ്. ഓക്കെ, തമ്മിൽ ഭാരങ്ങളെ ചുവപ്പീൻ, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അത് കഴിഞ്ഞിട്ട് ദശാംശക്കുറിച്ച് സ്വത്രാഴ്ചയെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാ. ഭൗതിക നന്മ ശിശുന്മാർക്ക് കൊടുക്കണം, അതിന് ഞാൻ എതിരല്ല. എന്നാൽ അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. കൊരിന്ത് സഭ പോലെ ക്രിസ്തുവിന്റെ പത്രങ്ങളാക്കി അപ്പോസ്തലന്മാരെ പോലെ അവരെ ആക്കി തീർക്കുന്ന അനുഭവം ഉപദേശം കൊണ്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. സമയം അതിവേഗം മുമ്പോട്ട് പോവുകയാണല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മൾ പുതിയ നിയമസഭയുടെ അംഗങ്ങളാണെങ്കിൽ ആ സഭയിൽ വരുമ്പോൾ ശുശ്രൂഷകന്മാർ, ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർ, അവരും ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ നിമിത്തം സഭ ഉപദേശം കേട്ട് ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനയിലേക്കും, അവിടെ പറയുന്നത് അങ്ങനെയല്ല, വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും അവർ പ്രാപിച്ചെടുക്കണം.
5 വിധ ശുശ്രൂഷ വൃന്ദങ്ങൾ സഭയ്ക്കുണ്ട്. ഇന്നിപ്പോ സഭയെ ഞെക്കിപ്പിഴിയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സഭയിൽ വരുന്ന വിശ്വാസികളുടെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിന്ന് പ്രാർത്ഥിച്ച്, ആ ഭൗതികങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് അവരുടെ ഭൗതികം അടിച്ചെടുക്കുന്ന ശുശ്രൂഷകന്മാരായി ഇന്ന് പലരും തീർന്നിരിക്കുക. അതല്ല ചെയ്യേണ്ടത്. അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തണം. അതാണ് പൗലോസിന്റെ പദം, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കണം. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണമായ പ്രായത്തിന്റെ അളവിലേക്ക് അവരെ വളർത്തിയെടുക്കുക. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എത്ര വർഷം ജീവിച്ചു? 33 വയസ്സ് വരെ, അല്ലേ? ആ ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനവും ക്രിസ്തുവിന്റെ വളർച്ചയും ക്രിസ്തു പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചതുപോലെ ഈ വിശ്വാസികൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് വിശ്വാസികളെ വളർത്തിയെടുക്കുക. അതാ ചെയ്യേണ്ടത്. അവർ തരുന്ന ഭൗതികം ഭക്ഷിക്കേണ്ടെന്നല്ല, വാങ്ങണ്ടെന്നല്ല. ഇപ്പൊ അത് മാത്രമായി തീർന്നിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചർച്ചിൽ വരുന്ന വിശ്വാസികൾ ഇപ്പൊ പാസ് പറയാണ് 500 രൂപയെ കുറഞ്ഞ് സ്വതന്ത്രാഴ്ച ഇടാത്തവരാരും ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇതുപോലെ അപരാധം വരുന്നുണ്ടോ? ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിലുണ്ട് അങ്ങനെയുള്ള സഭകൾ. 500 രൂപ കുറഞ്ഞ് ഇവിടെ ഇട്ടാണ് വന്നാൽ മതി, എല്ലാത്തോടാരും പറഞ്ഞില്ല. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താ? പറ. പോക്കറ്റ് കീശ ഉറപ്പിക്കണം. ഹല്ലേലൂയ. അവരുടെ ആശയം എന്താ? സഭ നടത്തുന്നതിൽ അവരുടെ ആശയം എന്താ? പക്ഷേ ഒരു കണക്ക് പറഞ്ഞു, എനിക്കറിയത്തില്ല മാത്തമാറ്റിക്സ്. എനിക്ക് മാത്തമാറ്റിക്സിൽ വട്ടപ്പൂച്ചോ. 500 പേരുള്ള ഒരു സഭയിൽ 500 രൂപ വെച്ച് സ്വതന്ത്രാഴ്ച കിട്ടാൽ എത്ര കിട്ടും? 25,000 രൂപ. അല്ല, 2,00,000. ഇത്രയും രൂപ കുറച്ച് കളഞ്ഞല്ലോ പക്ഷേ. 2,50,000 രൂപ 500 രൂപ വെച്ച് ഒരാൾ സ്വതന്ത്രാഴ്ച ഇടണമെന്ന് ആ സഭയിലെ നിയമം പാസാക്കി വിട്ടപ്പോൾ അത് സാത്താന്റെ നിയമമാണോ അത് ദൈവത്തിന്റെ നിയമമാണോ? റോഡോട്ട് ഓടിക്കുന്നവൻ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ അവൻ്റെ ടയറും പൊട്ടി അവൻ്റെ വണ്ടിയും കേടായി വർഷാപ്പിൽ കൊണ്ടിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച സമയത്തിന് വരുമ്പോൾ 500 രൂപ അവൻ എങ്ങനെ കൊടുക്കും? ഇവിടെ ഗുണം പിടിക്കാത്ത പാസ്റ്ററെ, നീ അവനെ വിളിച്ച് 500 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? സഭ അതിൻ്റെ ആദിമാവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ സഭയെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം 1, 2 മണവാട്ടി അല്ലെങ്കിൽ നിർമ്മല കന്യക, 3 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, കെട്ടിടം. ഈ 3 പഠനങ്ങളാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഈ 3 പഠനങ്ങൾ മാറി മാറി സഭയെ പഠിപ്പിച്ച് കർത്താവിൻ്റെ മണവാട്ടിയാക്കി, നിർമ്മല കന്യകയാക്കി, ക്രിസ്തുവിൻ്റെ മന്ദിരമാക്കി, പിന്നെന്താണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാക്കി വിശ്വാസികളെ വളർത്തിയെടുക്കുന്ന പാസ്റ്റർമാര് ഇല്ലാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിലേക്ക് പോകാൻ വിശ്വാസികൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ഹല്ലേലൂയ. ഈ ഘനമായ ഉപദേശമാണ് ഇന്ന് സഭ വിട്ടുകളഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണം. ഞാൻ 1000 ആണ്ട് വാഴ്ചയുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരിക. ഈ വക ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിച്ച് അനുസരിച്ച് ജീവിച്ചാലേ കർത്താവിൻ്റെ വരവിൽ രൂപാന്തരമോ ഉയർപ്പോ കിട്ടുകയുള്ളൂ. ആ ഉയർപ്പോ രൂപാന്തരമോ കിട്ടിയാലേ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ പ്രവേശിക്കത്തുള്ളൂ. അതാ ഇവിടുത്തെ വിഷയം. അതാ ഗൗരവമായിട്ടുള്ള വിഷയം. അത് നമ്മൾ തള്ളിക്കളയരുത്. ദാനിയേൽ 7 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 13, 14, 18, 21 വായിച്ചു. ഇനി 27, 28 കൂടി വായിക്കാം. ഇതിനിടയിൽ കയറി വന്നുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് പറഞ്ഞു പോയതാണ്. സ്തോത്രം, സ്തോത്രം. ദാനിയേൽ 7 27, 28. ഹല്ലേലൂയ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. സകല ആധിപത്യങ്ങളും
അവനെ സേവിച്ചനുസരിക്കും. ഹല്ലേലൂയ. അടുത്ത ഇവിടെ ഇങ്ങനെയാവുന്നു കാര്യങ്ങൾ സമാധി. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, യേശുക്രിസ്തുവിന്റെ ഭരണകാലത്തുള്ള ഭരണം എങ്ങനെയായിരിക്കും? ഏകലോക ഗവൺമെന്റ്, ഏക വ്യക്തിയാണ് ഭരിക്കുന്നത്. അതൊരു പിശാചല്ല, അതൊരു വ്യക്തിയാണ്. ദാൻ ഗോത്രത്തിൽപ്പെട്ടവനാണെന്നൊക്കെ വേദപണ്ഡിതന്മാർ പറയുന്നു. സിറിയയിൽ നിന്നാണ് വരുമെന്നൊക്കെ പറയുന്നു. എനിക്കതിനെക്കുറിച്ചുള്ള അറിവൊന്നും കല്ലാട്ടില്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് ഞാനും പറയുക, എന്തു ആകട്ടെ. എന്നാൽ ഇവന്റെ മേൽ പിശാചിന്റെ അഭിഷേകം വന്നു കഴിയുമ്പോഴാണ് ഇവൻ എതിർക്രിസ്തുവാകുന്നത്. അങ്ങനെ എതിർക്രിസ്തുവായി 7 വർഷം ഈ ഭൂമിയെ അവൻ ഭരിക്കും. അങ്ങനെ ഭരിക്കുമ്പോൾ അത് യാക്കോബിന്റെ കഷ്ടകാലം, ഇസ്രയേലിന്റെ കഷ്ടകാലം എന്നൊക്കെ പ്രാവചനിക പുസ്തകത്തിലൂടെ സഖറിയ പ്രവചനവും യെഹെസ്കേൽ പ്രവചനവും മറ്റു പ്രവചന പുസ്തകങ്ങളൊക്കെ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആ 7 വർഷം ഈ മഹോദര കാലത്തിൻ്റെ ഇടയിൽ പുതിയ നിയമസഭയിലെ ഒരൊറ്റ വ്യക്തി പോലും കാണാൻ പാടില്ല. മനസ്സിലായോ എൻ്റെ അർത്ഥം? കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടുന്ന് പൊക്കോണം. നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ എന്ത് പറ്റും? പറ. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ കീഴിൽ നമ്മളായിത്തീരും. അപ്പോഴാണ് ഞാൻ മുമ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇപ്പോഴെൻ്റെ ഉള്ളത്തിൽ വരിക. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നത്. എടുക്കാൻ വെളിപ്പാട് ദിവസം 9-ാം അധ്യായം. അല്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ ആയിപ്പോയാൽ നമ്മുടെ അവസ്ഥ എന്ത്? ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ 9-ന്റെ 1 മുതൽ 6 വരെ വേണമെങ്കിൽ വായിച്ചോ. 9-ന്റെ 1 മുതൽ 6 വരെ വായിച്ചോ. കണ്ടു, ലഭിച്ചു, തുറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. ശക്തി ലഭിച്ചു. അടുത്ത് വെട്ടുക്കിളി പുറപ്പെടുന്നത് 5 മാസം ദണ്ഡിപ്പിക്കാനാണ്. ആ ദണ്ഡനം എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത് തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും, മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ടുപോകും. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാർസ് ഇവിടെ വീണുപോയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന അവസ്ഥ എന്താണ്? ഞാൻ മരണം അന്വേഷിച്ച് നടക്കും. ഞാൻ മരണത്തിന് കൊതിക്കും, മരണം അന്വേഷിക്കും. കാരണം എന്താ? ഈ വെട്ടുക്കിളിയുടെ, ഈ തേളിന്റെ പോലെയുള്ള കുത്തിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ മരണം അന്വേഷിക്കുകയും മരണത്തെ കൊതിക്കുകയും ചെയ്യുമെങ്കിൽ അതെത്ര ഭയാനകമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലത്ത് നമ്മളിവിടെ വീണുപോയാൽ, സഭ എടുക്കുമ്പോൾ കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ ഇതാണെന്ന് നമ്മളൊരു ചെറിയ അറിവ് നമുക്കുണ്ടാകണം. ഇതൊക്കെ പണ്ട് പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കും, ഇപ്പൊ ഒന്നും ഞങ്ങൾ പ്രസംഗിക്കാൻ പോയതൊക്കെ. കൈവിടപ്പെട്ടു പോയാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ ഇതായിരിക്കും. ഞാൻ മരണം കൊതിക്കും, ഞാൻ മരണത്തെ അന്വേഷിക്കും. അതുപോലെ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ചിന്തിച്ചൊന്ന് നന്നായാൽ നമുക്ക് കർത്താവിന്റെ ഒരിൽ പോകാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ കിടന്നു പോകരുത്, കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിപ്പോകരുത്. ഇവിടുത്തെ പ്രസംഗം മുഴുവൻ ഭൗതികം. നിന്നെ അനുഗ്രഹിക്കും, 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 അനുഗ്രഹിക്കും. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. എഫേസ്യർ 1:3 എടുത്ത് വായിച്ച്, എഫേസ്യർ 1:3 വായിച്ച്. അനുഗ്രഹിച്ചോ ഇല്ലയോ നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ പ്രോസ്പെരിറ്റിക്കാരെ പൊളിക്കാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു വചനമായത്. 1:3. ആമേൻ. അവിടെ എങ്ങനെയാ വാക്യം കിടക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന.
അപ്പൊ അനുഗ്രഹിച്ച് കഴിഞ്ഞോ? പിന്നെ എന്നെ അനുഗ്രഹിക്കാൻ, പിന്നെ എന്നെ അനുഗ്രഹിക്കാനാണ് എൻ്റെ ചോദ്യം. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ ഇനി നമ്മളെ എന്തനുഗ്രഹിക്കണം? എന്തനുഗ്രഹിക്കാനാ? നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. എന്താ അനുഗ്രഹം? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ, ഭൂമിയിലെ അല്ല. ഭൂമിയിലെ അനുഗ്രഹത്താലല്ല നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നെങ്കിൽ ഓക്കെ, നമ്മൾ അതിൻ്റെ പുറകെ നടക്കണ്ട. അതിനുവേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കണ്ട. ഇന്ന് പാസ്റ്റർമാർ അതിനുവേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കാനാ പറയുന്നത്. വിസയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, ഭൗതികത്തിന് വേണ്ടി, വിദേശ യാത്രയ്ക്ക് വേണ്ടി. അങ്ങനെ ലോകത്തിലെ ഭൗതികമായ അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടാൻ ഒരു പ്രാവശ്യം പ്രസംഗിക്കുക, വിശ്വാസികളെ റിയൽ എസ്റ്റേറ്റ് നടത്തി ദൈവം അനുഗ്രഹിക്കാൻ പോവാണ്. എന്താണ് പാസ്റ്റർ? എറണാകുളം പട്ടണത്തിലുള്ള ഒരു ബിരുദനാ. ഈ സഭയിലുള്ള എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോകാൻ തരാൻ പോവുക. എന്നിട്ടോ അതിൽ കൂടി നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവുക. എന്നിട്ടോ അതിൻ്റെ വീതം കൊണ്ട് എനിക്ക് തന്നെ. ഇതെവിടെ നിന്ന് കിട്ടിയ ദൂത്? ഇത് സാത്താന്യമായ ദൂതാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമാണെന്ന് ഓരോ പെന്തക്കോസുകാരനും ഓരോ ശുശ്രൂഷകന്മാരും ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. എന്നെ ദൈവം അനുഗ്രഹിച്ചു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിത്യമായ നരകാഗ്നിയിൽ നിന്നും ദൈവം തൻ്റെ പുത്രനെ തന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടത് നിമിത്തം ഞാൻ ഈ ലോകത്തിന്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും, സാത്താന്റെ പിടിയിൽ നിന്നും, ദുരുപദേശത്തിൽ നിന്നും, എല്ലാവിധ ഏടാകൂടങ്ങളിൽ നിന്നും ഞാൻ ദൈവം എന്നെ വിടുവിച്ചു. ദൈവം എന്നെ രക്ഷിച്ചു. നിത്യമായ നരകാഗ്നിയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. എന്നെ ആരാക്കി മാറ്റി? പുത്രന്മാരാക്കി. ഈ പുത്രത്വം പ്രാപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ്. എടുക്കാം ഗലാത്യ ലേഖനം. എല്ലാത്തിനും വാക്യങ്ങൾ തന്ന് പ്രസംഗിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. 6-7 വാക്യങ്ങൾ, 4-ന്റെ ഗലാത്യർ 4-6-7. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അടുത്ത്, അങ്ങനെ നീ ഇനി ദാസനല്ല, പാപത്തിന്റെ ദാസനല്ല, ന്യായപ്രമാണത്തിന്റെ ദാസനല്ല. നീ ആരാണ്? പുത്രനാണ്. അടുത്ത, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശം. അപ്പൊ ദൈവത്തിന്റെ മക്കളായി പുത്രന്മാരായി തീർന്ന നമ്മുടെ അവകാശം എന്താ? അത് പത്രോസ് അപ്പോസ്തലനോട് ചോദിക്കണം. എന്താണ് നമ്മുടെ അവകാശം? 1 പത്രോസ് 1:5 പത്രോസ് പറയും. വായിച്ചോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വായിച്ചോട്ടെ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ക്ഷയം, വാട്ടം, മാലിന്യം ഇല്ലാത്ത നല്ലൊരു അവകാശം. അത് ഏതാണ് അവകാശം? ഈ ഭൂമിയിൽ ഒരു അപ്പനും അമ്മയും നമുക്ക് വീതിച്ചു തരുന്ന വസ്തുക്കളാണോ? ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ അപ്പനും അമ്മയും വീതിച്ചു തരുന്ന കാറോ വീടോ ലോറിയോ ഭൗതിക അനുഗ്രഹങ്ങളാണോ പ്രിയമുള്ളവരെ? അതാണ് ഇന്ന് പാസ്റ്റർമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല. ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച് സ്വർഗീയ അവകാശിയായി തീരുന്ന, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോടൊപ്പം വാഴുന്ന ഒരു വ്യക്തിത്വമായി നമ്മളെ തീരും. അതാണ് നമ്മുടെ അനുഗ്രഹം. കർത്താവിന്റെ വരവിൽ നമുക്ക് കിട്ടുന്ന രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ചയിൽ യേശുവിനോടൊപ്പം വാഴുന്ന അവസ്ഥ, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഒരവകാശം നമുക്ക് കിട്ടും. അതാണ് പത്രോസ് പറഞ്ഞ ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരവകാശം. ഇതൊക്കെ വിട്ടിട്ട് ഭൗതികമായ അനുഗ്രഹത്തിന്റെ പുറകെ പോകാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളെ നിങ്ങളിലെടുത്ത് തോട്ടിൽ കളയണമെന്നാണ് ഞാൻ പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിച്ചെന്നേ. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് കർത്താവ് എന്താ പറഞ്ഞത്? എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടുക. അടുത്ത, ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. അടുത്ത, ഈ പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷം. ശലോമിനൊന്നിനെ പോലും ഇവനൊന്നിനെ പോലും ചമഞ്ഞില്ല എന്ന് ഞാൻ പറയും. ഇതിനാ ശലോമൻ അവിടെ കൊണ്ടുവന്നേ.
വയലിലെ പൂവിനോടൊപ്പം ശലോമനെ ഒപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ശലോമൻ യെരൂശലേം ദേവാലയം പണിതു, വലിയ ധനാഢ്യനായി, വലിയ ജ്ഞാനിയായി, ആ ലോകത്ത് അറിയപ്പെടുന്നവരായി ശേബാരാജ്ഞിയും മറ്റു രാജാക്കന്മാരെല്ലാം വന്ന ശലോമന്റെ മഹത്വം കണ്ട് ശലോമനെ പുകഴ്ത്തി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തെ യഹോവയെ സ്തുതിച്ചു. അവർ പോയി, കാര്യമൊക്കെ ചെയ്തു. ശലോമൻ അങ്ങോട്ട് പോയി. ഇത് നമ്മൾ പഠിച്ചെടുക്കണം. പഴയ നിയമത്തിൽ അതിഗായകനായ ശലോമൻ, ദാവീദിന്റെ മകനായ സോളമൻ അനേക സൂക്തങ്ങൾ നമുക്ക് എഴുതി വെച്ചിട്ട് താനങ്ങോട്ട് പോയി. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ പൂവിനോളം ചമയാൻ ശലോമന് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ദൈവം സൃഷ്ടിച്ച സൃഷ്ടിക്കൊപ്പം വരാൻ ഈ ശലോമന്റെ മാൻ പവർ കൊണ്ട് താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ ദേവാലയത്തിന്റെ മഹിമയോ തൻ്റെ അറിവോ തൻ്റെ കഴിവോ തൻ്റെ പ്രാപ്തിയോ തൻ്റെ ഉന്നമനങ്ങളോ ലബനോനിൽ നിന്ന് ദേവദാരുക്കളെ കൊണ്ടുവന്നാണ്, വൃക്ഷങ്ങളെ കൊണ്ടുവന്നാണ് വെട്ടിയറുത്ത് ദേവാലയം പണിതത്. ശലോമൻ വലിയ പേരെടുത്തു, വലിയ ജ്ഞാനിയായി, ഇന്നത്തെ പാസ്റ്റർമാരൊക്കെ പോലെ. അവസാനം എവിടെ പോയി വീണു ശലോമൻ? താൻ തെരഞ്ഞെടുത്ത 300-700 ഭാര്യമാര്, വെപ്പാട്ടികളും സ്വന്തം ഭാര്യമാര് 300-700 1000 എണ്ണം. ഇവിടെ ഒരെണ്ണത്തെ പോറ്റാൻ പറ്റുന്നില്ല. പിന്നെയാണ് സ്തോത്രം അല്ലേ? അങ്ങനെയാണോ നമ്മളൊക്കെ? ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലേ? ഒരാളെ പോറ്റാൻ നമുക്ക് പറ്റുമോ? ഞാൻ വേറെ രീതിയിലല്ല നോക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വസ്ത്രം, അവരുടെ ആഹാരം, അവരുടെ കാര്യങ്ങൾ, കുട്ടികളവരൊക്കെ. അപ്പൊ 700 എണ്ണത്തിൽ അപ്പൊ എന്തോരം ഇവര് ധനമുണ്ടായിരുന്നു? 700 എണ്ണത്തിനെ ഒരു നല്ല നിലയിൽ കൊണ്ടു നടന്നു. ഇവര് പറ്റിയ അബദ്ധം, താൻ തെരഞ്ഞെടുത്ത ബഹുമാനിത്വം നിലനിൽക്കുന്ന കാലഘട്ടമാണ് അവിടെ. തൻ്റെ ഭാര്യമാരുടെ ദേവന്മാർക്ക് ധൂപം കാട്ടാൻ ശലോമൻ പോയി എന്ന ഏക കാരണത്താൽ ഒരു വൃക്ഷത്തെ പറിച്ചു കളയുന്നത് പോലെ ശലോമനെ ദൈവം പറിച്ചു കളഞ്ഞു. മനസ്സിലാക്കുക, എത്ര ഉന്നതനായാലും എത്ര ശ്രേഷ്ഠനായാലും ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടു കളഞ്ഞാൽ നിന്നെ ദൈവം പറിച്ചു കളയും. ഇല്ല, രക്ഷയില്ല. അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. മായമായെന്ന് പറയാം. മറ്റു പുസ്തകങ്ങൾ വേദഭാഗങ്ങളിൽ അവനെ പറിച്ചു കളഞ്ഞോ, നശിപ്പിച്ചു കളയും. ശലോമൻ ജീവന്റെ പുസ്തകത്തിൽ പറഞ്ഞുതരാം. വിശുദ്ധന്മാരുടെ പട്ടിക എഴുതി വരുമ്പോ എവിടെയാ അത് എഴുതുന്നത്? ശലോമൻ മെയിൻ ക്യാരക്ടർ അല്ലേ? അപ്പം വന്നല്ലോ അവിടെ, ഗാഡി വന്നല്ലോ, മോനവിടെ പോയി. ദൈവവ്യവസ്ഥ പാലിക്കാത്തവരവിടെ പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറവുള്ളവരാണെങ്കിലും ബലഹീനരാണെങ്കിലും ഈ പഴയ നിയമം പഠിക്കുമ്പോൾ വിഗ്രഹാരാധന ഏറ്റവും വലിയ പാപമായിട്ട് ദൈവം കാണും. പുതിയ നിയമത്തിൽ വിഗ്രഹാരാധന എന്താണെന്നറിയാമോ? ദ്രവ്യാഗ്രഹി വിഗ്രഹാരാധന. നമ്മൾ നമ്മുടെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മൾ വിഗ്രഹാരാധിയാണ്. നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മൾ വിഗ്രഹാരാധിയാണ്. ക്രിസ്തുവിനെ കൂടാതെ മറ്റേതിനെ സ്നേഹിച്ചോ, സമ്പത്തിനെയോ മക്കളെയോ മരുമക്കളെയോ കുഞ്ഞുകുട്ടികളെയോ ആരെ സ്നേഹിച്ചാലും നമ്മൾ വിഗ്രഹാരാധികളാണെന്ന് പഠിക്കണം. നമുക്ക് രക്തം തന്ന് വീണ്ടെടുത്ത കർത്താവിനെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പാടുള്ളൂ. കർത്താവിന് മാത്രമേ മുൻതൂക്കം കൊടുക്കാൻ പാടുള്ളൂ. ക്രിസ്തുവിനെ വിട്ടുള്ള ഒരു കളി നമുക്ക് പാടില്ല. പൗലോസിന്റെ ജീവിതത്തെ പഠിച്ചു നോക്കിയേ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ദർശനമേറ്റ പൗലോസ് കാഴ്ചപ്പാട് പ്രാപിച്ച് സ്നാനമേറ്റ് ആത്മപൂർണനായി ഇങ്ങോട്ട് വന്ന് താൻ ലേഖനം എഴുതി വന്നപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്കുകൾ എന്നെ കോരി തരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഫിലിപ്പിയ ലേഖനം 3-ന്റെ 5-ാമത്തെ വാക്യമാണ്. 5-6 ഞാൻ വായിച്ചത്. സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും പറ. അയ്യോ, വേറൊരു വാക്യം വിട്ടുകളഞ്ഞ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ. ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞാൽ പോയി. ശമരിയയിൽ അവിടെ യെരുശലേമിൽ ആരാധിക്കാൻ പോയിട്ട് വന്ന യോസഫും മമ്മിയും കൂടി എന്ത് ചെയ്തു? അപ്പനും അമ്മയും കൂടി യേശുവിനെ വിട്ടുകളഞ്ഞു. യേശു ഉണ്ടെന്ന് ഊഹിച്ചു. ഊഹം. നമ്മളോട് കൂടി കർത്താവ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ശോധന ചെയ്യണം. യേശു വിട്ടുപോകും. യെരൂശലേം ദേവാലയത്തിലെ യഹൂദന്മാർ കർത്താവിനെ വിട്ടുകളഞ്ഞില്ലേ?
എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇന്ന് സഭകൾ മുഴുവൻ കള്ളന്മാരുടെ ഗുഹയാണെന്ന് പറഞ്ഞാൽ 100% ശരിയാണത്. പ്രമാണത്തിൽ നിൽക്കുന്നെങ്കിലും ഓക്കെ, ഇല്ലെങ്കിൽ അത് ഗുഹ തന്നെയാണ്. ആ ഗുഹയ്ക്ക് പുറത്ത് ചാടണം. നമ്മൾ പുറത്ത് ചാടിയിരിക്കുകയല്ലേ പണ്ട്. ബഥേലിൽ നിന്നൊക്കെ പുറത്ത് ചാടിയപ്പോൾ നമ്മൾ പുറത്ത് ചാടി. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വത്രം യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പൗലോസ് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു. അതവിടെ ഇരിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമാർന്നൊക്കെ ക്രിസ്തു നിമിത്തം ചെയ്തു വന്നിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ. കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അതാ നമ്മുടെ ഉള്ളത്. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഏത് മഹാന്മാരാണെങ്കിലും, ഏതൊക്കെ കുടുംബ മഹിമ നമുക്കുണ്ടെങ്കിലും, എന്തൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും, നമ്മുടെ മുൻകാല പഴയകാല ചരിത്രങ്ങളെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അതെല്ലാം ഛേദമാണ്, അതെല്ലാം നഷ്ടമാണ്, അതൊന്നും ലാഭമല്ല. എന്നിട്ട് പൗലോസ് ഒരു ലാഭത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പാസ്റ്ററെ, കൊരിന്ത്യർ ലേഖനത്തിൽ, അല്ല ഫിലിപ്പിയർ ലേഖനത്തിൽ. അതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. വലിയ കുഴപ്പമല്ലേ? ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, സ്വത്രം. ഇവിടെ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ലാഭമെന്നൊന്ന് പറയുക. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ. ഈ കാഴ്ചപ്പാടിലേക്ക് വിശുദ്ധന്മാർ വരണം. പുതിയ നിയമസഭ വരണം. ക്രിസ്തുവിനെ വിട്ടുള്ള ഒരു കളിയിലേക്ക് നമ്മൾ പോകരുത്. ക്രിസ്തുവിന്റെ പ്രമാണം വിട്ട് വേറെ ഒരു പരിപാടിയും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ എല്ലാം. അങ്ങനെ ആയാൽ മാത്രമേ കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം നമ്മൾ ചേരുകയുള്ളൂ. അങ്ങനെ കർത്താവിനൊപ്പം ചേർന്നാൽ മാത്രമേ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ രാജാക്കന്മാരെ പോലെ ജാതികളെ വിധിക്കുവാൻ, ദൂതന്മാരെ വിധിക്കുവാൻ കർത്താവ് നമ്മെ ആക്കി വെക്കുന്നു. അതൊരു നിസ്സാര കാര്യമാണോ? അത് ഒരു നിസ്സാര കാര്യമാണോ? അതെ. ഈ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടെന്നുള്ള പറഞ്ഞിങ്ങോട്ട് വന്ന് ആ വാക്യം ഒന്നെടുത്ത് വായിക്കാൻ താല്പര്യമുണ്ടെന്നെടുത്ത് വായിച്ചാട്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ സൗരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് 13 വാക്യങ്ങളാണ് കേട്ടോ. ആമേൻ. ആമേൻ. അങ്ങനെ തന്നെ ദൈവം നിത്യപ്പെട്ടവരെയും വരുത്തും. അടുത്ത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ സ്തോത്രം. ആമേൻ. നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. ആമേൻ. അടുത്ത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ. അടുത്ത കർത്താവിനോട് കൂടെ ഇരിക്കും നമ്മൾ. കർത്താവിനോട് കൂടെ പുതിയ നിയമസഭ. പഴയ നിയമ വിശുദ്ധന്മാർ കല്യാണ സദ്യക്ക് വിളിക്കുമ്പോൾ മരച്ചുവട്ടിലൊക്കെ കസേരയിട്ട് ഓരോരുത്തർ വന്നിരിക്കാറില്ലേ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടത്? അതാ പഴയ നിയമ വിശുദ്ധന്മാർ. യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ കർത്താവിനോട് കൂടെ ഒരു മണവാളനൊപ്പം ഒരു മണവാട്ടി ഇരിക്കുന്നത് പോലെ ഇരിക്കുമെന്നാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വില നമുക്ക് അറിഞ്ഞുകൂടാ. ഇസ്രായേൽ മക്കളെക്കാളും ആത്മീയ ഇസ്രായേലാകുന്ന പുതിയ നിയമസഭയ്ക്കാണ് വില. ഇതാ അവിടെ കിടന്ന് അടിക്കുന്നു പഴയ നിയമ ഇസ്രായേല്. അവരൊത്തിരി യുദ്ധമൊക്കെ ചെയ്തു, കാര്യം ശരിയാ. ഇറാന്റെ ആണവ നിലയങ്ങളൊക്കെ തകർത്തു, കാര്യമൊക്കെ ശരിയാ. വലിയ നഷ്ടം അവർക്കും സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേൽ, ഇല്ലേ? വലിയ നഷ്ടം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കഷ്ടം അനുഭവിക്കുമെന്ന് പൗലോസ് റോമാലേഖനത്തിൽ അതിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അവരെക്കാൾ ശ്രേഷ്ഠന്മാരാണ് നമ്മൾ. കർത്താവിനോട് കൂടെ ഇരിക്കും. പുതിയ നിയമ ഇസ്രായേലാണ് നമ്മൾ.
പുതിയ ആത്മീയ ഇസ്രായേലാണ് നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവര് ആക്ഷരിക കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണെങ്കിൽ യഥാർത്ഥ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ രക്തച്ചൊരിച്ചിലോടുകൂടി കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. അവിടെ ആക്ഷരിക കുഞ്ഞാട് അറുക്കപ്പെടുന്നു, ഇവിടെ യഥാർത്ഥ കുഞ്ഞാട് അറുക്കപ്പെടുന്നു. അപ്പൊ നമ്മളാണ് ചങ്കിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയ്ക്ക് വിലയും നിലയുമുണ്ട്. അവർ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇന്നത്തെ പാസ്റ്റർമാരത് പ്രസംഗിച്ച് അത് തരം താഴ്ത്തി അവരെ ലോകസ്നേഹികളാക്കി, അവരെ ദ്രവ്യാഗ്രഹികളാക്കി, അവരെ ലോക മനുഷ്യരെ പോലെ ആക്കിക്കൊണ്ടിരിക്കുക. എനിക്കത് കാണുമ്പോൾ വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുന്നു, കർത്താവിനെ വിട്ടൊരു കളിയും നമുക്ക് വേണ്ട, ഒരു ബിസിനസ്സും നമുക്ക് വേണ്ട, ഒരു ജോലിയും നമുക്ക് വേണ്ട, ഒരു നന്മയും നമുക്ക് വേണ്ട. കർത്താവിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കെല്ലാം കിട്ടി. അതാണ് പൗലോസ് ഇവിടെ ചെയ്തത്. ലാഭമായത്. ഒരു യഹൂദ റബ്ബി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു യഹൂദ റബ്ബി നടന്നു വരുമ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്യുമെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, മാറി നടന്നു വരിക. ഫേസ് ടു ഫേസ് നിൽക്കാൻ പറ്റത്തില്ല. അത്ര യഹൂദ് പരീശൻ, വലിയ പദവിയും നിലയും ഉള്ള ആളാ. അതാ പൗലോസ്. പരീശൻ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിന്റെ വിലയുണ്ട്. വേണമെങ്കിൽ ഒരുത്തനെ കൊല്ലാനായിട്ട് ഒപ്പിട്ട് കൊടുക്കാം. അത്ര വിലയും നിലയുള്ള ആളാ. ഈ പദവികൾ മുഴുവൻ 7 പദവികളാണ് അവിടെ പറയുന്നത്. അതെല്ലാം വിട്ടിട്ട് ക്രിസ്തു നിമിത്തം സകലതും ചെയ്യണം. അത് മാത്രമല്ല, എൻ്റെ അടിയിലത്തെ കൊട്ടേഷനാണ് കുറച്ചുകൂടി എന്നെ ഫീൽ ചെയ്തത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ സകലതും ചപ്പന്ന് ചോദിച്ചു. പഴയ നിയമത്തിലൊരു ഭക്തൻ എണ്ണുന്നുണ്ടല്ലോ ഇബ്രായ ലേഖനത്തിൽ. അത് പറഞ്ഞ ആരെങ്കിലും? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന. മനസ്സിലായോ? അപ്പൊ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ പദവികളും ഈ ലോകത്തിന്റെ ധനവും ഇതിന്റെ മാനങ്ങളൊന്നും അവർക്ക് അതൊരു വിഷയമല്ല. അവർക്ക് ദൈവത്തെ കിട്ടിയല്ലോ എന്നുള്ളതാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരു മുത്ത് വ്യാപാരി ഒരു നല്ല മുത്ത് കണ്ടെത്തിയാറെ. ബാക്കി പറഞ്ഞേ. ആ പഴയ പന്ന ചരക്കുകളെല്ലാം കൊണ്ടൊന്ന് വിറ്റിട്ട് ഈ വലിയ മുത്ത് ഭാവിച്ച് അതാ സ്വർഗരാജ്യം. ഒരു വയലിൽ ഒരുത്തൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഭാവനയാണ് കേട്ടോ, ഈ വെട്ടുകൊണ്ടൊരു കല്ലിൽ തട്ടിയ പോലെ ഉടനെ വെട്ടവിടെ നിർത്തി. മാന്തി നോക്കിയപ്പോ ഇത്രേ കൊണ്ടൊരു സ്വർണ്ണക്കട്ടി. അവന്റെ 100 തലമുറയ്ക്ക് തിന്നാനുള്ളത്. മണ്ണിട്ടങ്ങോട്ട് മൂടി. എൻ്റെ ഭാവനയായിട്ട് മണ്ണിട്ടങ്ങോട്ട് മൂടി രേഖ കഴിയിട്ട് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ്റെ അടുക്ക് ചെന്നിട്ട് പറയാം, യജമാനനെ എനിക്ക് വലിയ അസ്വസ്ഥതയൊക്കെയാണ്, പ്രായമൊക്കെയായി, ഇനി എനിക്കധികം കൃഷിയൊന്നും ചെയ്യാൻ വയ്യ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിലമുണ്ടല്ലോ, നല്ലൊരു നിലമാണ്, അതെൻ്റെ പേരിൽ എഴുതി തന്നാൽ എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ അങ്ങ് കൊണ്ടുതരാം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്ത എന്താ? നിധി നിധി നിധി. ഇതാണ് സ്വർഗരാജ്യം. ഇതാണ് കർത്താവിനെ പ്രാപിക്കുക. ഇതാണ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഭക്തന്റെ ഉള്ളിലെ ചിന്ത. ഇത് കർത്താവ് പറഞ്ഞ ഉപമയാ. സ്വർഗരാജ്യ നിമിത്തം തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയലിൽ ഒളിച്ചു വെച്ച നിധി വാങ്ങിയ വ്യക്തിയോട് തുല്യനാകുന്നു. സ്വർഗം വിട്ടൊരു കളിയും നമുക്ക് വേണം. സമയം വളരെ ആസന്നമായി, ഞാൻ നിർത്താൻ പോയിന്റെ വാക്കുകളെ നിർത്താം. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം സന്തോഷിക്കാൻ നമുക്ക് ലഭിക്കുന്ന സുവർണാവസരം ഈ ലോകത്തിന്റെ ചപ്പിനും ചവറിനും വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം സ്തോത്രം. വിലപ്പെട്ട അനുഗ്രഹങ്ങൾ, വിലപ്പെട്ട നന്മകൾ ഈ ലോകത്തില് ഒരു മനുഷ്യപ്പുഴുവിന് ലഭിക്കാവുന്നതിലും ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഒരു കർത്താവിന്റെ മകനായി ജീവിച്ച് ദൈവരാജ്യത്തിന്റെ അംശയായി തീരുക എന്നുള്ളതാണ്. അതാണ് ക്യാപ്റ്റൻ ശമൂല് പറഞ്ഞത്. മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് ജോലിക്കാരാക്കുന്ന കാര്യത്തിന് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ മക്കൾ കാഹളം ധരിക്കുമ്പോൾ ഉയർപ്പോ രൂപാന്തരമോ കിട്ടുമെന്ന് നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നിന്ന് കരയണം. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയുക.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാട്സപ്പിലൂടെ, ടെലിഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 1000 ആണ്ട് വാഴ്ചയിൽ നിങ്ങളുടെ മക്കളും നിങ്ങളോടൊപ്പം കാണുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് യാചിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതു നിലയിലും ഏതു വിധേനയും എനിക്ക് ക്രിസ്തുവിനെ വിടാതിരിക്കാൻ കഴിയണം. കർത്താവിനെ വിട്ടുകളയാനായിട്ട് ഈ ലോകം പ്രേരിപ്പിക്കും. ഇന്ന് പല പ്രസംഗങ്ങളും, ഇന്ന് പല ദൂതുകളും ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും സ്വർഗരാജ്യത്തെയും വിട്ടിട്ട് ഈ ലോകത്തിന്റെ ഭൗതികത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുക. ഞാൻ അതിനോട് എതിര് നിൽക്കുകയാണ്. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, കൊച്ചുഞ്ഞൂലേശി പാടി, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമോടെ ഞാൻ യാത്ര ചെയ്യൂ. വിശ്രമിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, വാഗ്ദത്തദേശമേ മുന്നിലുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ ഞാൻ യാത്ര ചെയ്യൂ. ഇത്ര മനോഹരമായ പാട്ടാണ്. സാധു കൊച്ചുഞ്ഞു ഉപദേശി എഴുതിയ പാട്ടാന്ന് തോന്നുന്നു അല്ലേ? കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ദാരിദ്ര്യങ്ങളും അനുഭവിച്ച് അല്ലാസന്നെ പോലെ പഠിപ്പിർക്കലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഈ ലോകത്ത് ജീവിച്ച് കർത്താവിനെ സ്വീകരിച്ച് അദ്ദേഹത്തെ ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം സ്നാനപ്പെട്ടു, അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചു, ലോകത്തെ ഉപേക്ഷിച്ച് കർത്താവിന്റെ കൃപയിൽ ജീവിച്ച് പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ഭക്തനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അദ്ദേഹം മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അഭയൂര ദേശത്തേക്ക് ഞാൻ പോകാം, പ്രത്യാശയോടെ മനുഷ്യൻ. ഇന്ന് ഭക്തന്മാർ മരിക്കുമ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് ഭക്തന്മാർ മരിക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് അവർ മരിക്കുന്നത്? അവർ പറയും, എൻ്റെ സ്വത്തിന്റെ ഇത്ര ഭാഗം മക്കൾക്ക്, അവർക്ക് ഇവർക്കെല്ലാം കൊടുക്കണം. സ്തോത്രം. അവ മക്കളെല്ലാം കൂടി കൊടുത്ത് കൂട്ടത്തല്ലേ. പണ്ടൊരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയ ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാനങ്ങ് നിർത്താൻ താല്പര്യപ്പെടുക. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലെ ഒരു അമ്മച്ചി മരിച്ചു. അതിൽ നിന്ന് ഗുണപാഠം എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഈ അമ്മച്ചീനെ ഇവർ സ്വർണം കൊണ്ടങ്ങ് പൊതിഞ്ഞു. ഈ കാതൊക്കെ അറ്റുപോകത്തക്ക നിലയിൽ ഇരിട്ടിരിക്കുക. കണ്ടിട്ടില്ലേ ചിലരൊക്കെ ഇത് തൂങ്ങി കിടക്കുന്നത്? കാതിൽ കുണു, കാലേല് വള, കയ്യേല്, കഴുത്തേല്. മക്കളെല്ലാം വിദേശത്താണ്. 5-6 മക്കളുണ്ട്. എല്ലാവരും കൂടി കൊടുത്ത് അമ്മച്ചീനെ ഒരു പരുവാക്കി. പരുവാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നരകയോഗ്യയാക്കി തീർത്തെന്നു. ക്രിസ്തുവിനെ കൊടുത്തില്ല. ക്രിസ്തുവിനെ കിട്ടണ്ടേ? അമ്മച്ചി ഇതെല്ലാം മേടിച്ച് കാശ് കിട്ടണ മുഴുവൻ അലമാരയുണ്ട്, അതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൂത്തി ഇങ്ങനെ വെക്കും. ആ അലമാരയിൽ 2 ലക്ഷത്തിന് മേലെ ഉണ്ടായിരുന്നാണ് കൊടുത്ത കാശെല്ലാം കൂടി. ഒരു ആഴ്ച വെള്ളം കൊടുക്കത്തില്ല ആർക്കും. അങ്ങനെ അമ്മച്ചിയുടെ ജീവിതം. അവസാനം എന്ത് പറ്റി? അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ശവോടക്കിന് അച്ഛന്മാരെല്ലാം വന്നു. മക്കൾ കിടന്ന് കൂട്ടത്തല്ലേ. ഒരു മാസം കേട്ടതല്ലേ, കൂട്ടത്തല്ലേ. എന്താന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ 2 കയ്യിലും കിടക്കുന്ന എനിക്ക് വേണം, ഒരു മോനും മോൻ്റെ ഭാര്യ. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നാൽ കാതി കിടക്കുന്ന എനിക്ക് തന്നെ. അത് ഒരു കൂട്ടർ പറഞ്ഞു, കാലേ കിടക്കുന്നത് എനിക്ക് വേണം, ഞാൻ തരില്ല. അപ്പൊ വേറൊരു മോൻ പറഞ്ഞു, കഴുത്തേ കിടക്കുന്നത് മുഴുവൻ എനിക്കും വേണം. 5 മക്കളും കൂടി തല്ലു പിടിച്ച് ഈ തള്ള ചാകുന്നതിന് മുമ്പ്, ചത്തു കഴിഞ്ഞ ശേഷം ഊരിയെടുത്ത് മക്കളെല്ലാം സന്തോഷത്തോടെ അവസാനം ഈ അമ്മയെ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. യാതൊരു ദുഃഖമോ യാതൊരു കണ്ണുനീരോ മക്കൾക്കാർക്കും ഉണ്ടായില്ല. കാര്യം എന്താ കാര്യം പറ? അവർക്ക് ആ മാതാവിന്റെ ഭൗതികം മതിയായിരുന്നു. ജനിപ്പിച്ചു വളർത്തിയ ആ അമ്മയുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. ഹല്ലേലൂയ. ആ ഭൗതികത്തിലായിരുന്നു അവരുടെ കണ്ണ്. അതുകൊണ്ട് മരണസമയത്ത് മരണ വീട്ടിൽ കിടന്ന് തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഓരോരുത്തരും വാങ്ങിയിട്ട് അവസാനം ഈ തള്ളയെ കൊണ്ടുവന്ന് അടക്കി സന്തോഷമേ പപ്പടം പായസം കൂട്ടി ഒരു ചാപ്പാട് കൊടുത്ത് എല്ലാവരും 4 വശത്തേക്ക് പിരിഞ്ഞു. എങ്ങോട്ട് പോയി ഇവരെല്ല ചിന്തിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് ധനാഢ്യനോട് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യം വേണോ, നിനക്കുള്ളതെല്ലാം വിറ്റ് തരത്തിൽ കൊടുക്കണം. കാരണം ഇവൻ അന്യായമായിട്ട് ഉണ്ടാക്കി വെച്ച കാശാണ്. സ്തോത്രം. അതായിരിക്കണം. അതുകൊണ്ട് കർത്താവിനെ പറഞ്ഞത്. എന്നാൽ സക്കായി യേശുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞു?
എന്താ പറഞ്ഞു സക്കായി യേശുവിനെ കണ്ടപ്പോൾ? എൻ്റെ വസ്തു പകുതി ഞാൻ ദരിദ്രർക്ക് ചതിവായി വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ അത് കൊടുക്കാന്ന് പറഞ്ഞു. എത്ര ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞ്? ചതിവായി വാങ്ങിയിട്ടുള്ളത് 4 ഇരട്ടി. ചതിവായി വാങ്ങിയത് 4 ഇരട്ടി. വസ്തു പകുതി ദരിദ്രർക്ക്, ചതിവായി വാങ്ങിയത് 4 ഇരട്ടി. അപ്പോഴത്തേക്ക് ആള് ക്ലീനായി, സംഭവം ക്ലീനായി. പിന്നെ കഞ്ഞിക്കുള്ള വകയുള്ളൂ. പിന്നെ പൗലോസ് പറഞ്ഞ പോലെ ഉണ്ണാനും ഉടുപ്പാനും ആ അവസ്ഥയിലായി പുള്ളി. അങ്ങനെ സുഖമായിട്ട് സ്വർഗരാജ്യത്തേക്ക് പോകാനിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ നന്മകൾ കർത്താവ് നമുക്ക് തന്നെങ്കിൽ അതിലൊന്നും നമ്മൾ പ്രശംസിക്കേണ്ട. അത് നമ്മുടെ ലക്ഷ്യമായിരിക്കരുത്. ഇതിൽ ഞാനിത് പറയാനുള്ള കാര്യം, സുവിശേഷ വേല ചെയ്യുന്നവർ ഭൗതികം വാരിക്കോരി കൂട്ടിവെക്കുകയാണ്. ഹല്ലേലൂയ. അവർ പ്രാരംഭകാലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് വീറോടെ പ്രസംഗിച്ച പ്രിയപ്പെട്ടവർ പലരും സുവിശേഷ വേല ചെയ്ത് കോടികൾ സമ്പാദിച്ച് മക്കളുടെ പേരിലും ഉണ്ടാക്കി കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം അവരെല്ലാം ദർശനം നഷ്ടപ്പെട്ട ശിംശോനെ പോലെ ആയിത്തീർന്നു. അതാ എൻ്റെ നാവിൽ വരുന്നത്. ശിംശോന് സംഭവിച്ച എന്താ? വലിയ ശക്തിമാനായിരുന്നു, പക്ഷേ ദലീലയുടെ മടിയിലുടങ്ങി അവന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചുപോയി. അവസാനം ശത്രുക്കളുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ അവനൊരു കൂത്തുകാഴ്ചയായി തീർന്നു. ഇപ്പൊ ചില ഉപദേശിമാര് പ്രസംഗിക്കണം എന്താണെന്നറിയോ? അവൻ ചാകാൻ നേരത്ത് കുറെ എണ്ണത്തിനെ കൊന്നിട്ട് അവൻ ചത്തു. അതിനെന്താ ഗുണമുള്ളത്? പണ്ട് പത്രോസ് മീനിനെ പിടിച്ച് കൊന്നോണ്ടിരുന്നെങ്കിൽ ചത്ത് കിടന്നവരെ പിടിച്ച് ജീവിപ്പിക്കുന്ന പത്രോസ്, അതാ നമ്മുടെ ശുശ്രൂഷ. അല്ലാതെ കൊല്ലുകയല്ല, പിടിച്ചെടുത്ത് കൊല്ലുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ചത്ത് കിടക്കുന്നവനെ ജീവൻ വെപ്പിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കുന്ന ശുശ്രൂഷയാണ് നമുക്കുള്ളത്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൊച്ചു കഥ നിങ്ങളുടെ ജീവിതത്തിൽ സ്വത്രം അതൊരു അനുഭവമായി തീരട്ടെ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഭൗതികമെല്ലാം നഷ്ടപ്പെട്ടു പോയാലും സാരമില്ല. കർത്താവിനെ നമുക്ക് ലഭിച്ചാൽ മതി. സ്വർഗരാജ്യം നമുക്ക് ലഭിച്ചാൽ മതി. ദൈവരാജ്യം നമുക്ക് ലഭിച്ചാൽ മതി. നല്ലൊരവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അളവുതൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നുവെന്ന് ഭക്തൻ എഴുതിയിരിക്കുന്ന പോലെ ദൈവരാജ്യം നമുക്ക് കർത്താവ് തരുന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ കൃപ തരുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതുപോലെ കാലം കേട്ട വനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു വിശ്വസ്തനുമായ നിങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പൽക്കാലം ഈ തലവിലപ്പറമ്പിലുള്ള കർത്താവിന്റെ ജനത്തോട് ചേർന്ന് അടിയനും കടന്നു വന്ന് ദൈവവചനം പ്രഘോഷിക്കുവാൻ 1000 ആണ്ടുവാഴ്ചയിൽ കർത്താവിനോടൊപ്പം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ സന്തോഷകരമായ അവസ്ഥ, ഊമന്മാരില്ലാത്ത, ചെകിടന്മാരില്ലാത്ത, കുരുടന്മാരില്ലാത്ത, മുടന്തന്മാരില്ലാത്ത സന്തോഷത്തിന്റെ ദിനങ്ങൾ 1000 ആണ്ടുവാഴ്ചയിൽ കർത്താവിനോടൊപ്പം ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്ന വിലപ്പെട്ട അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതൊന്നും ഈ ലോകത്തിന്റെ ഭൗതികം കവർന്നെടുക്കാനിടവരാതെ ദൈവവചനത്തിന്റെ വിശുദ്ധിയിലും നിർമ്മലയിലും ജീവിച്ച് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച കർത്താവിൻ്റെ ദാസന്മാരെ പോലെ ഞങ്ങളുമായി തീരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണം. ഇന്ന് കാലം വചനം കേട്ട പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ രണ്ടുപേരെയും അവരുടെ കുടുംബങ്ങളെയും തരുന്നു. മക്കളെയും കുഞ്ഞുകുട്ടികളെയും പ്രിയപ്പെട്ടവരെ എല്ലാം തരുന്നു. ഈ സഭയിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തരുന്നു. വിശേഷാൽ അനീഷ് സഹോദരൻ്റെ 2 മക്കൾ കടന്നു വന്നു, അവരെയും തരുന്നു. ആ പിതാവിനെയും മാതാവിനെയും കർത്താവിൻ്റെ കീഴിൽ തരുന്നു. ഇവിടുത്തെ പാസ്റ്ററും കുടുംബത്തെയും കർത്താവിൻ്റെ കീഴിൽ തരുന്നു. പ്രിയച്ചായ മാമയ്ക്കായി സ്തോത്രം, സജി പാസ്റ്ററും ഭാര്യയ്ക്കായി സ്തോത്രം. ഇവിടെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ കാണപ്പെടുവാൻ രൂപാന്തര ശരീരം പ്രാപിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം സന്തോഷിക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെല്ലാവരുമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അടിയനും അതിനുള്ള കൃപ തന്ന് സഹായിക്കുന്നതിനോട് സ്തോത്രം. കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ കടന്നു പോട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. തന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതെല്ലാം അയവിറക്കി ആ പ്രത്യാശ സംഭരിച്ച് പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകണം. സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതായി സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രത്യാശയോടെ കർത്താവിന്റെ അവരെ വേണ്ടി കാത്തിരിപ്പാൻ കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു അടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ഭൂലോകത്തുള്ള വിശുദ്ധന്മാരോടും
കർത്താവിൻ്റെ വരവരെയും വിലന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ. സ്വത്രം, സ്വത്രം, സ്വത്രം.